പ്രിയ സ്നേഹിതരെ, കഴിഞ്ഞ ദിവസം നാം ചിന്തിച്ച ചിന്തകൾ നിങ്ങൾ ഓർക്കുന്നുണ്ട് എന്ന് കരുതട്ടെ. ഇന്ത്യ മഹാരാജ്യത്തിൻ്റെ വിസ്തീർണവും വലിപ്പവും നിയമവും ഭരണവും അത് നടപ്പിലാകുന്ന വിധങ്ങളൊക്കെയാണ് നമ്മൾ ചിന്തിച്ചത്. അതിനോടനുബന്ധിച്ച് നമ്മൾ ചിന്തിച്ചു ഇന്ത്യ രാജ്യത്തിൻ്റെ ശക്തിയും അയൽവക്ക രാജ്യങ്ങളുടെ ശക്തിയും തമ്മിൽ താരതമ്യം ചെയ്യപ്പെടുമ്പോൾ രാജ്യങ്ങളുടെ ബന്ധം എങ്ങനെയിരിക്കും, ഇതിൻ്റെ അതിർത്തികളിലുള്ള സമാധാന അന്തരീക്ഷം ഉണ്ടായിരിക്കുമോ, ഒരു രാജ്യം മറ്റൊരു രാജ്യത്തെ ആക്രമിക്കുമോ എന്നൊക്കെ തീരുമാനിക്കപ്പെടുന്നത് അതത് രാജ്യങ്ങളുടെ സമ്പദ് വ്യവസ്ഥയും ശക്തിയും അനുസരിച്ചാണ്. അതുപോലെ ഭരണകർത്താക്കളുടെ ഉത്തരവാദിത്തമാണ് ഈ രാജ്യത്തിൽ ഉള്ള ജനങ്ങളുടെ ജീവിത പ്രശ്നങ്ങൾ, അവരുടെ സമ്പദ് വ്യവസ്ഥ, അവിടെയുള്ള നിയമവാഴ്ച കാത്തു സൂക്ഷിക്കത്തക്കവണ്ണം ആയിരിക്കണം നിയമങ്ങൾ ഉണ്ടാക്കുക. കേരള സംസ്ഥാനം ഒരു നിയമം ഉണ്ടാക്കുമ്പോൾ കേരളത്തിനകത്ത് ഇതിനൊരു അതിരുണ്ട്, അതിനകത്തുള്ള ജനങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയാണ് നിയമങ്ങൾ ഉണ്ടാക്കുന്നത്. എന്നാൽ കേന്ദ്ര സർക്കാർ ഉണ്ടാക്കുന്ന നിയമങ്ങൾ എത്രയായിരിക്കും? ഇന്ത്യ മഹാരാജ്യത്തെ മുഴുവൻ ഉൾക്കൊണ്ടുകൊണ്ടായിരിക്കും. എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ, ഓരോ നിയമം ഉണ്ടാക്കുമ്പോൾ അത് എത്ര വിസ്തീർണം വരെ ഉള്ള ജനങ്ങളെ ബാധിക്കുന്നു എന്നതിനെ ആശ്രയിച്ചാണ് നിയമം. അതുകൊണ്ടാണ് പറഞ്ഞത് കേരള സംസ്ഥാനത്തിൻ്റെ നിയമം തമിഴ്നാട്ടിൽ നടപ്പിലാക്കാൻ പറ്റുകയില്ല, തമിഴ്നാടിൻ്റെ നിയമം കർണാടകയിൽ നടപ്പിലാക്കാൻ പറ്റുകയില്ല. എന്നാൽ കേന്ദ്ര സർക്കാരിൻ്റെ നിയമം ഇന്ത്യ മുഴുവൻ വ്യാപരിക്കുന്നതാണ്. അങ്ങനെയെങ്കിൽ നമ്മുടെ ദൈവത്തിൻ്റെ രാജ്യത്തെക്കുറിച്ചും നമ്മളൊന്ന് ചിന്തിച്ചു. ദൈവം സർവവ്യാപിയാണെങ്കിൽ ദൈവത്തിൻ്റെ രാജ്യവും ഒരു സ്ഥലമോ ഒരു രാജ്യമോ ഒരു ഭൂഖണ്ഡമോ മാത്രം ഒതുങ്ങുന്നതല്ല. സർവവ്യാപിയായ ദൈവത്തെക്കുറിച്ച് വേദപുസ്തകം പറയുന്നത് ദൈവം ആത്മാവാകുന്നു. അപ്പോൾ ദൈവം ഒരു മനുഷ്യനാണെങ്കിൽ ഒരു രാജ്യത്തോ ഒരു സംസ്ഥാനത്തോ ഒരു ഭൂഖണ്ഡത്തിലോ മാത്രമേ നിലനിൽക്കാൻ കഴിയുകയുള്ളൂ. ആ വ്യക്തിയോ ആ ഭരണമോ ഉണ്ടാക്കുന്ന നിയമങ്ങൾക്കും ഒരു അതിരുണ്ടായിരിക്കാം. എന്നാൽ ആത്മാവായ ദൈവം സർവവ്യാപിയായി ഭൂമിയെയും ആകാശമണ്ഡലങ്ങളെയും എല്ലാം നിയന്ത്രിക്കാൻ കഴിയുന്ന നിയമമാണ് ദൈവത്തിൻ്റേത് എന്നുള്ളത് നാം തിരിച്ചറിയണം. നാട്ടുരാജാക്കന്മാർക്ക് ഒരു സംസ്ഥാനത്തിന് ചില ഇടങ്ങളിൽ മാത്രം നിയമമുള്ളപ്പോൾ സർവവ്യാപിയും സർവശക്തനും സർവത്തിൻ്റെയും ഉടയവനായ ദൈവത്തിൻ്റെ നിയമം എല്ലായിടത്തും, ഭൂമി മാത്രമല്ല ആകാശമണ്ഡലങ്ങൾ മുഴുവൻ നടപ്പിലാക്കാൻ പറ്റുന്നതാണ് ദൈവത്തിൻ്റെ നിയമം. അങ്ങനെയെങ്കിൽ ആ ദൈവരാജ്യത്തിൻ്റെ ഭരണകർത്താവായ ദൈവത്തിൻ്റെ ശക്തിയെക്കുറിച്ച് നമ്മൾ കാര്യമായിട്ടൊന്ന് ചിന്തിക്കണം. ദൈവത്തിൻ്റെ ശക്തിയും നമ്മുടെ ഓരോ നമ്മുടെ സംസ്ഥാനത്തിൻ്റെയോ കേന്ദ്രത്തിൻ്റെയോ ഭരണകർത്താക്കളുടെയും അവരുടെ നിയമങ്ങളുടെയും ശക്തിയെക്കുറിച്ചും അതിൻ്റെ അതിർവിസ്താരത്തെക്കുറിച്ചൊക്കെ നമ്മളൊന്ന് ചിന്തിക്കുന്നത് നല്ലതാണ്. അങ്ങനെയെങ്കിൽ പ്രിയമുള്ളവരെ, ഇന്ന് പകൽക്കാലം തിരിച്ചറിയണം, ദൈവം ആത്മാവാണ്, ദൈവം സർവവ്യാപിയാണ്. ദൈവത്തിൻ്റെ നിയമം ദൈവം വ്യാപിച്ചിരിക്കുന്ന സകലയിടത്തും ദൈവത്തിൻ്റെ നിയമം നടപ്പിലാക്കുന്നുവെങ്കിൽ എത്ര ശക്തനാണ് ദൈവം, എത്ര ശ്രേഷ്ഠമായ നിയമമാണ് ദൈവത്തിൻ്റേത് എന്നുള്ളത് നാം തിരിച്ചറിയണം. അപ്പോൾ ഒരു സ്ഥലത്തിന് വേണ്ടി മാത്രം ഉള്ള ഒരു നിയമമല്ല ദൈവത്തിൻ്റേത് എന്ന് മനസ്സിലാക്കിയാൽ നമ്മുടെ ദൈവം എത്ര വലിയവനാണ് എന്ന് നമുക്കറിയാം. ഈ ദൈവത്തെക്കുറിച്ച് പറയുന്ന മറ്റൊരു പ്രത്യേകത, ദൈവം സ്നേഹമാകുന്നു. ഇനി ദൈവം വെളിച്ചമാകുന്നു, ദൈവം സർവത്തിൻ്റെയും ഉടയവനാകുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ ചിന്തിച്ചു കഴിയുമ്പോഴറിയാം ഞാൻ സേവിക്കുന്ന, നമ്മൾ തിരിച്ചറിയുന്ന, നമ്മൾ അംഗീകരിക്കുന്ന ദൈവം ആരാണ് എന്നറിയുന്നത്. ഒന്നുകൂടെ ഞാൻ എടുത്തു പറയട്ടെ, ദൈവം ആത്മാവാകുന്നു. ദൈവം നമ്മെ സ്നേഹിക്കുന്ന, ആർദ്രതയുള്ള,
നമ്മളിലേക്ക് നോക്കി നമ്മുടെ കാര്യങ്ങൾ നേരായ രീതിയിൽ നടപ്പിലാക്കാൻ വേണ്ട നിയമവ്യവസ്ഥ നടപ്പിലാക്കുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവമെങ്കിൽ, ആ ദൈവത്തെക്കുറിച്ച് ഇത്രയും മനസ്സിലാക്കിയ നമ്മൾ എന്തുകൂടെ സമ്മതിക്കണമെന്നറിയാമോ? ദൈവത്തിൻ്റെ രാജ്യത്തിനകത്താണ് ഞാനെങ്കിൽ ദൈവത്തിൻ്റെ നിയമം എനിക്ക് ബാധകമാണ്. ദൈവത്തിൻ്റെ നിയമത്തിൻ്റെ ഗുണങ്ങൾ, നന്മകൾ എനിക്കും അനുഭവിക്കുവാൻ കഴിയും എന്നുള്ളത് നാം മനസ്സിലാക്കണം. അങ്ങനെയെങ്കിൽ ദൈവമേ, അങ്ങയുടെ രാജ്യത്തിൽ ഞാനായിരിക്കാൻ ആഗ്രഹിക്കുന്നു. അങ്ങ് സർവ്വവ്യാപിയും സർവശക്തനുമായതുകൊണ്ട് അങ്ങയുടെ നിയമം എല്ലായിടത്തും നടപ്പിലാക്കാൻ സാധിക്കുന്നത് കൊണ്ട് ദൈവത്തിൻ്റെ രാജ്യത്തിനകത്തു നിന്ന് പുറത്തു പോകുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് ഇന്ന് പകൽക്കാലം നമുക്ക് ദൈവത്തോട് പറയാം. വരും ദിവസങ്ങളിൽ കൂടുതൽ ചിന്തിക്കാം. ദൈവം നമ്മെ സഹായിക്കട്ടെ.